നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. നോവുന്ന ഓർമ്മയായി പ്രവാസി കുടുംബം. മാതാവിനൊപ്പം കഴിയാനുള്ള ആഗ്രഹം ബാക്കി വെച്ച് ജിജോ യാത്രയായി. പിതാവിൻ്റെ വേർപാടിന് ശേഷം മാതാവുമൊത്ത് പുതിയ വീട്ടിൽ താമസിച്ച് കൊതി തീരും മുൻപേ ജിജോ യാത്രയായി. 2 വർഷത്തെ പ്രവാസ ജീവിതം മതിയാക്കി അമ്മയുമൊത്ത് ഒന്നിച്ചു കഴിയാനുള്ള ആഗ്രഹം ബാക്കി വെച്ചാണ് ജിജോ യാത്രയായത്. കുവൈറ്റ് അബ്ബാസിയ സെയ്ഫ് പാർപ്പിട സമുച്ചയത്തിലെ തീപിടുത്തത്തിൽ മരണപ്പെട്ട തലവടി ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡിൽ മീരേറ്റുപുറം മുളയ്ക്കൽ വീട്ടിൽ മാത്യു വർഗീസ് എന്ന ജിജോ, ഭാര്യ ലിനി, 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മൂത്ത മകൾ ഐറിൻ, 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഇളയ മകൻ ഐസക് എന്നിവർ വെള്ളിയാഴ്ച പുലർച്ചെയാണ് കുവൈറ്റിന് മടങ്ങിയത്. 1 മാസത്തെ അവധിക്ക് നാട്ടിൽ വന്ന് മടങ്ങിയ കുടുംബം വെള്ളിയാഴ്ച വൈകിട്ടാണ് ഫ്ളാറ്റിൽ തിരിച്ചെത്തിയത്. യാത്രാ ക്ഷീണത്തെ തുടർന്ന് നേരത്തെ ഉറങ്ങാൻ കിടന്നിരുന്നു. ഇവർ തിരികെ എത്തിയ വിവരം സമീപ താമസക്കാരും അറിഞ്ഞിരുന്നില്ല. കുവൈറ്റിൽ റോയ്റ്റേഴ്സ് ജീവനക്കാരനായ മാത്യുവും നഴ്സായ ലിനിയും കുട്ടികളുടെ സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായാണ് നാട്ടിലെത്തിയത്. 1 വർഷം മുമ്പ് നിർമ്മിച്ച പുതിയ വീട്ടിൽ മാതാവ് റേച്ചൽ വർഗീസ് മാത്രമാണ് ഉള്ളത്. പിതാവ് രാജു 12 വർഷം മുമ്പ് മരണപ്പെട്ടിരുന്നു. പ്രവാസ ജീവിതം മതിയാക്കി മാതാവുമൊത്ത് നാട്ടിൽ കഴിയാനായിരുന്നു ജിജോയുടെ തീരുമാനം. നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു മരണപ്പെട്ട ജിജോ. ഏറെ പ്രതിസന്ധിയിലൂടെ കടന്നു വന്ന ജിജോ 15 വർഷം മുമ്പാണ് വിദേശത്തേക്ക് ജോലി തേടിപ്പോയത്. വെള്ളിയാഴ്ച പുലർച്ചെ ഉറ്റവരോട് യാത്ര പറഞ്ഞിറങ്ങിയ കുടുംബം മണിക്കൂറിനുള്ളിൽ മരണപ്പെട്ട വാർത്ത നാട്ടുകാർക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. നാട്ടുകാർക്കും സഹപ്രവർത്തകർക്കും ഏറെ പ്രിയപ്പെട്ടവളായിരുന്ന ലിനി സ്റ്റാഫ് നഴ്സ് മാത്രമല്ല, നല്ലൊരു ഗായികയും സംഗീതപ്രേമിയും കൂടിയായിരുന്നു. സുഹൃത്തുക്കളുമായി ചേർന്ന് ഈ വർഷം ഒരു സംഗീത ആൽബം പുറത്തിറക്കാൻ ആലോചിക്കുമ്പോഴാണ് ഇവരുടെ ജീവൻ പൊളിഞ്ഞത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുവൈറ്റിലെ ഔദ്യോഗിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചു. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് പിഷാരത്തിൻ്റെ ഇടപെടലിനെ തുടർന്ന് കുവൈറ്റിലെ ഇന്ത്യൻ അംബാസഡർ, വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ, കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷ് എന്നിവർ ഇടപെട്ടാണ് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കിയത്. ന്യൂസ് ഡെസ്ക്, തിരുവല്ല മീഡിയ.